എന്തൊക്കെ ഡയലോഗായിരുന്നു. പാലിൽ വിമ്മിടുന്നു, സാമ്പാറിൽ ഉപ്പിടുന്നു, മുളക് പൊടിയിടുന്നു, പിന്നെ ഓലക്കട മൂടും. ഇപ്പൊ ദാ കിടക്കുന്ന കണ്ടില്ലേ ശാവം. നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് വ്രതത്തിന്റെ പേരും പറഞ്ഞുള്ള ജ്യൂസ് കുടിപ്പിക്കലിൽ നിന്ന് എന്നെ രക്ഷിക്കാനാ, അല്ലാതെ എന്നിട്ട് കുത്താനല്ല. കുത്തുമടി കുത്തും, ഇനിയും ഞാൻ കുത്തും. ശരിക്കും നിനക്ക് എന്തിന്റെ സുഖേടായിരുന്നു? ഇതെല്ലാം തുടങ്ങി വെച്ചത് നീയല്ലേ? അപ്പൊ സ്വയം അനുഭവിച്ചു. എല്ലാം തുടങ്ങി വെച്ചത് അങ്ങേരല്ലേ? എന്നിട്ട് നീ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ദേ, വയ്യാതായി കിടക്കുവാണെന്ന് ഞാൻ നോക്കില്ല, ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ. എല്ലാം തുടങ്ങി വെച്ച് ശബരിയേട്ടനാണെന്ന് പോലും. ഡി പുല്ലേ, ശബരിയേട്ടൻ ജീവിതത്തിൽ ആകെ ചെയ്ത തെറ്റ് നിന്നെ താലികെട്ടി സ്വന്തമാക്കിയെന്ന് മാത്രം. നീ അല്ലായിരുന്നോ ചേട്ടനിട്ട് പണി കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയത്? ലാസ്റ്റ് സഹിക്കാതെ വന്നപ്പോഴല്ലേ ആ ചേട്ടനെ നിനക്കിട്ട് പണിഞ്ഞത്? ഓ, ഇവളെന്റെ ചങ്ങാതി തന്നെയാണോ? വന്നപ്പോ മുതൽ കേൾക്കുന്നത് ഒരു ശബരിപുരാണം. അമ്മയുടെ ജ്യൂസ് കുടിപ്പിക്കൊണ്ട് ഞാനൊരു വഴിയായപ്പോഴാ ഇവളെ വിളിച്ചത്. ബട്ട് ഇവളാണെങ്കിൽ വന്നപ്പോ മുതൽ എന്നെ കുറ്റപ്പെടുത്തുക. മാളു, എന്നെ ഒന്ന് രക്ഷിക്കടി. കൂടെ അങ്ങേർക്കൊരു പണിയും കൊടുക്കണം. അപ്പോഴും നിനക്ക് ശബരിയേട്ടന് പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ലേ? ഓ, നീ അതും ജ്യൂസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഞാനൊന്ന് ആലോചിക്കട്ടെ. മാളു അങ്ങനെ ഐഡിയ ആലോചിക്കുന്ന സമയത്താണ് കുരുട്ട ഒരു അളിഞ്ഞ ചിരിയോടെ മുറിയിലേക്ക് വന്നത്. ഡി, എന്താടാ? കുറച്ച് ജ്യൂസ് എടുക്കട്ടെ? പട്ടി പോയിനടാ എന്റെ മുന്നിന്ന്. എന്റെ ആട്ടിൽ അവൻ എങ്ങോട്ടോ തെറിച്ചു വീണു. കൊള്ളപ്പന്നി. നിന്റെ കുരുട്ടനെ വീണ്ടും വീണ്ടും തെളിയിക്കുവാണല്ലോ. എന്ത് നിന്റെ അതേ പതിപ്പാണെന്ന്? ഡി പുല്ലേ, എന്നെ ട്രോളാതെ ഐഡിയ പറഞ്ഞിട്ട് പോവാൻ നോക്കടി. ഓംബ്ര പൊടി. തലേണ എടുത്ത് അവൾക്കൊരു ഏറ് കൊടുത്ത് ഞാൻ കട്ടിലേക്ക് ചാരിക്കിടന്നു. ഡി, നീ എത്ര ദിവസത്തെ വ്രതമെടുത്തെന്നാ പറഞ്ഞേക്കുന്നേ? അത് ഞാൻ വ്രതമെടുത്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അങ്ങനെ ഒരു വ്രതമേ ഇല്ല. ഓടി കോപ്പേ, അതൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചത് ഇവിടെ നിന്റെ അച്ഛനും അമ്മയോട് വ്രതമെടുത്തത് എത്ര ദിവസത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതി പിടിച്ച് കയറാം. നീ പോയി ഫുഡ് കഴിക്കാൻ നോക്ക്. അമ്മയോ അച്ഛനോ ചോദിച്ചാൽ വ്രതം ഒരു ദിവസത്തേക്കാണെന്ന് പറഞ്ഞാൽ മതി. ആഹാ, അത് കൊള്ളാലോ. എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? അതിന് നിന്റെ തലയും മുഴുവൻ പിണ്ണാക്കല്ലേ നിറച്ചേക്കുന്നേ. എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത് കൊണ്ട് നിന്റെ ഭാവി അമ്മായിയച്ഛനെ അമ്മായിയമ്മയെ ഞാൻ പുളിച്ച തെറി വിളിക്കുന്നില്ല, കേട്ടല്ലോ. എന്തായാലും ഞാൻ പോയി മുണങ്ങിയിട്ട് വരാം. അവളെ പുച്ഛിച്ച് അടുക്കളയിലെ മുക്കും മൂലയിലും ഇരിക്കുന്ന കറികളെല്ലാം ഒരു ചട്ടിയിലാക്കി ചോറിന്റെ കൂടെ പുരട്ടി ഓരോ ഉരുളയാക്കി വായിലേക്ക് കയറ്റി വിട്ടു. എന്റെ തീറ്റ കണ്ട് പോരാളി എന്തോ ചോദിക്കാൻ തുനിഞ്ഞെങ്കിലും ഞാൻ ഇപ്പൊ തന്നെ വ്രതം ഒരു ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് പോരാളിയുടെ വായടപ്പിച്ചു. എന്റെ പുന്നാര ഭർത്തു രാവിലെ എവിടെയോ കറങ്ങാൻ പോയതിന് വ്രതമൊക്കെ പൊളിച്ചടുക്കിയ കാര്യം ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് അറിഞ്ഞത്. അതും കുരുട്ട് വഴി. കൊള്ളപ്പന്നി, അവനെ വേണം ആദ്യം ലോക്കിടാൻ. ശബരിയേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സിറ്റ് ഔട്ടിലിരുന്ന് കുരുട്ടിന് വേണ്ടിയുള്ള പണിയെക്കുറിച്ച് ആലോചിക്കുന്ന വേളയിലാണ് മാളു ആ കുരങ്ങനോട് അവരെ സൂക്കിടക്കെ അന്വേഷിച്ചത്. ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരു മാരണം തലയിൽ കയറിയതിനോട് സുഖമൊക്കെ ഇപ്പൊ കുറവാ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അല്ല, ശബരിയേട്ടന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലാതിരിക്കുവോ? എന്നെ തേച്ചവളുടെ കൂട്ടുകാരിയല്ലേ. അങ്ങനെ മറക്കാൻ പറ്റുന്നതല്ലല്ലോ ഒന്നും. എന്നെ ചൂഴ്ന്നു നോക്കിക്കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ കുറച്ച് പുച്ഛം വാരി വിതറി വീടിനകത്തേക്ക് നോക്കി. അച്ഛനോ അമ്മയോ പ്രത്യേകിച്ച് കുരുട്ട് വല്ലതും കേട്ട പണി എവിടെ നിന്നൊക്കെ കിട്ടുന്നെന്ന് പറയാൻ പറ്റില്ല. ഭാഗ്യം ആരും കേട്ടില്ല. ആരാളി അളിയനെ തേച്ചത്? അവളുടെ ഡീറ്റെയിൽസ് പറ. ഒരു യമണ്ടം പണി ഞാൻ അവൾക്ക് കൊടുക്കാം. എന്റെ ചക്കുളത്തമ്മേ, ഈ കുരുട്ട് ഇത് എവിടെ നിന്ന് പൊട്ടിമുളച്ചു? അയ്യോ, ഇങ്ങനെ കുരുട്ടിനോട് എന്തെങ്കിലും വിളമ്പോ? വിളമ്പിയ തീർന്നു ഞാൻ. ഇനി പണി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അളിയാ. ഞാൻ അവൾക്കുള്ള പണി ഒരു മഞ്ഞച്ചരട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതെന്ത് പണിയാ അളിയാ ഈ മഞ്ഞച്ചരട് വഴി? അതോ, അത് കുരങ്ങ് ഹബി എന്നെ നോക്കിയിട്ട് പറയട്ടെ എന്ന രീതി കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു. ആ കണ്ണങ്ങ് കുത്തി പൊട്ടിച്ചാലോ? പൊട്ടിച്ചാല് അങ്ങനെ വാഗൊണ്ടല്ലേ പറയുന്നേ. പറ അളിയാ, ആ മഞ്ഞച്ചരട് വഴിയുള്ള പണി എന്തുവാ? ഡാ, കേറിപ്പോടാകത്ത്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അവൻ സംശയം തീർക്കാൻ നടക്കുന്നു. നിനക്കെന്താടി? ഞാൻ അളിയനോടല്ലേ സംസാരിക്കുന്നത്. അളിയൻ എങ്ങനെ സഹിക്കുന്നു ഇവളെ? എന്ത് ചെയ്യാം, കെട്ടിപ്പോയില്ലേ. ഓ, ഈ രണ്ടെണ്ണം കൂടി എന്നെ താങ്ങുന്നത് ഒറ്റക്കെട്ട. ഈ കുരുട്ടാണ് ഇപ്പൊ ഇങ്ങയുടെ വലങ്കൈ. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഇവന് പത്തി വെട്ടിയിരിക്കണം. എന്നാ ശരി ശബരിയേട്ടാ, ഞാൻ പോവാ. ഡാ കുരുട്ടെ, ഡി ബൈ. എന്നെ കെട്ടിപ്പിടിച്ച് അവൾ ബായ് പറഞ്ഞതും ഞാൻ അവൾക്ക് ചില ഭരണിപ്പാട്ട് കേൾപ്പിച്ചു കൊടുത്തിട്ടാണ് അകന്നു മാറിയത്. അല്ല പിന്നെ ഇവളുടെ ഓർമ്മയുണ്ടോ എന്ന ക്വസ്റ്റ്യൻ വഴിയാണ് ഈ കുരുട്ടിന്റെ സംശയം ചോദിക്കുക വരെ എത്തിയത്. അവൾ ഒരു വളിച്ച ചിരിയോടെ ആക്റ്റീവ സ്റ്റാർട്ട് ചെയ്തതും കുരങ്ങന്റെ മാളു എന്നുള്ള വിളി വന്നു. മാളു, എന്താ ശബരിയേട്ടാ? താൻ എന്നെ എല്ലാരും വിളിക്കുന്ന പോലെ ശംഭുവേട്ടാന്ന് വിളിച്ചാൽ മതി. വെറുതെ പാടുപെട്ടെന്തിനാ ശബരിയേട്ടാന്ന് വിളിക്കുന്നത്? ഓ, ഒരു ശംഭുവേട്ടൻ. ശംഭു അല്ല, ശുംഭൻ. അളിയാ. മാളു പോയത് പിന്നെയും കുരുട്ടിന്റെ അളിയാ വിളി വന്നു. എനിക്ക് വിളി കേൾക്കുമ്പോഴാ കലി വരുന്നത്. അവന്റെ ഒരു അളിയാ വിളി. കയ്യിൽ കിട്ടിയ കമ്പെടുത്ത് അവനെ അടിക്കാൻ ഓങ്ങിയതും ചെക്ക ഏതൊക്കെ വഴിയിലൂടെയാ ഓടിയെന്ന് പോലും അറിയില്ല. അടുക്കളയിൽ അമ്മ ഒളിപ്പിച്ചു വെച്ച ഉണ്ണിയപ്പം ഭരണിയിൽ നിന്ന് കട്ടെടുത്ത് ആസ്വദിച്ച് അണ്ണാക്കിലോട്ട് കയറ്റി മുറിയുടെ വാതിക്ക് എത്തിയപ്പോഴാണ് രേഷ്മ എന്ന പേരിന്റെ കാതി വന്നത്. മുറി കയറാതെ ഒളിഞ്ഞു നിന്ന് അകത്തേക്ക് നോക്കി.
ആ കുരങ്ങ ഫോണിൽ ആരോടോ സംസാരമാണ്. ചെവി കോർപ്പിച്ച് അങ്ങേരെന്താണ് സംസാരിക്കുന്നത് ചോദിച്ചു. ഇല്ലടാ, ഞാൻ ആ കോപ്പിനോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അവളെ പോലെയുള്ള വട്ടുകേസിന് ഏതെങ്കിലും പൊട്ടന്മാര് തലയേക്കേറ്റി വെക്കൂ. ഏത് സമയത്താണോ എന്തോ. ആ, അതൊക്കെ അവിടെ നിക്കട്ടെ. അല്ല, നീ രേഷ്മയെ വിളിച്ചായിരുന്നോ? ഞാൻ കുറെ ട്രൈ ചെയ്തു, കിട്ടുന്നില്ല. ഓഹോ, അപ്പൊ ഇങ്ങക്ക് രേഷ്മയുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടല്ലേ? പിന്നെന്തിനാ ഇങ്ങനെ എന്നെ കെട്ടിയത്? അവളുടെ കൂടെ പുറത്തൂടെ? ഓ, പറഞ്ഞ പോലെ എന്നെ പ്രതികാരത്തിന് കെട്ടിയതല്ലേ? ആവശ്യം കളഞ്ഞിട്ട് ഉപേക്ഷിക്കാനാവും. പണ്ടൊക്കെ എന്നെ പ്രണയത്തോടെ അമ്മൂട്ടിന്ന് വിളിച്ച് നടന്നവന് ഞാൻ എപ്പോഴാ വട്ടുകേസായത്? എന്നെ അപ്പോ ശരിക്കും ഇഷ്ടമല്ലേ? അങ്ങനെ മനസ്സ് ചോദിക്കുമ്പോൾ തൊണ്ടക്കുഴിയിൽ ഒരു വിങ്ങൽ. എന്തൊക്കെയായാലും ഇനി ഇങ്ങനെ വെറുതെ വിടരുത്. കൊക്കിനെ പിടിച്ച് വെളിയിൽ കളഞ്ഞ് ഇന്നത്തോടെ എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം. എന്നിട്ട് അവനേക്കാൾ 6 പാക്ക് ബോഡി, ഹെയർ സ്റ്റൈലും നുണക്കുഴിയുമുള്ള ഒരുത്തനെ കെട്ടി ഇങ്ങയുടെ മുന്നിൽ കൂടെ നടക്കണം. മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുറിയിലേക്ക് കയറാൻ നിന്നത് അങ്ങനെ പറഞ്ഞു കേട്ട് ഞാൻ സ്റ്റാച്ചു പോലെ അവിടെ നിന്നു. ആ, ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ആ കോപ്പ് എന്നെ ജീവനോടെ കുഴിയിലെടുത്തിടും. എന്തായാലും അടുത്ത ആഴ്ച ആ വട്ടിനെയും കൊണ്ട് ബീച്ചിൽ പോകുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പാക്കണം. എന്നാ ശരിയടാ, ബൈ, ഗുഡ് നൈറ്റ്. ഓഹോ, അപ്പൊ ബീച്ച് വെച്ച് എന്നെ ഉപേക്ഷിക്കാനാണല്ലേ? കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. നിങ്ങളുടെ മെയിൻ പാർട്ട് അന്ന് ആ ബീച്ച് വെച്ച് അടിച്ച് കംപ്ലൈന്റ് ആക്കിയിട്ട് ഇനി എനിക്കൊരു തിരിച്ചു വരവുള്ളൂ. പോരാളിയോടും തന്തപ്പടിയോടും കുരുട്ടിനോടുമൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ചു ഭർത്ത വീട്ടിലേക്ക് എത്തി. പോരാളി എന്നെ അവിടെ പിടിച്ചു നിർത്താൻ ഒരുപാട് ശ്രമിച്ചതാ. അതെന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, മരുമോനെ പിരിയുന്നതിനുള്ള ദുഃഖമാ. എന്നാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ തപസ്സിരുന്നു. വേഗം പോണമെന്നുള്ള എന്റെ ധൃതി കെട്ടിയൊരു നല്ല സംശയമുണ്ട്. ഇവിടെ നിൽക്കുവാണെങ്കിൽ എന്റെ കളികളൊന്നും നടക്കില്ലെന്നേ. പോരാളിയും തന്തപ്പടിയും കുരുട്ടും എന്നെക്കാളിലും എന്റെ കെട്ടിയും കുരങ്ങനെയാ ഇഷ്ടം. അതുപോലെ തന്നെ ആ കുരുട്ട് അവനിട്ടൊരു പണി ഞാൻ കൊടുത്തിട്ടാ വന്നേക്കുന്നത്. അതിന്റെ റിസൾട്ട് ഇന്ന് രാത്രി പോരാളിയെ വിളിക്കുമ്പോ അറിയാം. അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ ചിരി വരുവാ. എന്താ മോളെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നേ? അയ്യോ, ദേവമ്മ ഇനി വിചാരിച്ചു കാണുവോ എനിക്ക് വട്ടാണെന്ന്? അത് ഞാൻ ചുമ്മാ എന്തോ കോമഡി ഓർത്തപ്പോ. ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ വന്നത്. ദേവമ്മ എന്താ ഉദ്ദേശിച്ചേ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഇനി അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. അതും പറഞ്ഞ് ദേവമ്മ കഴുകിയ ബീട്രൂട്ടിന്റെ തൊലി ചെത്തി കളഞ്ഞുകൊണ്ടിരുന്നു. എന്തേലും ആട്ടെ, ഞാൻ ചമ്മന്തിക്കുള്ള തേങ്ങ ചിരുവുന്നത് ശ്രദ്ധ ചെലുത്തി. തിരുമുന്നതെല്ലാം പാത്രത്തിൽ കാണില്ല. കാണാം, അത് പോകുന്നത് എന്റെ അണ്ണാക്കിലോട്ടാണ്. ദേവമ്മ അതുകൊണ്ട് എന്നെ സഹിക്കുന്നു. ആ സ്ഥാനത്ത് പോരാളി വല്ലതും ആയിരുന്നെങ്കിൽ കൈ കിട്ടിയ മടലെടുത്ത് എന്നെ പുറത്ത് ചെണ്ടമേളം കൊട്ടാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. ദേവമ്മേ, എനിക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം. ആ മോനെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്നെ നോക്കിയിട്ടാണ് അമർത്തി മൂളിയത്. ഓ, ഒന്ന് പോടാ കോപ്പേ. അല്ല, ഇവൻ എന്താ പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കാനൊരു മോഹം? ദേവമ്മയോട് ചോദിച്ചാലോ? ദേവമ്മേ, എന്താ അമ്മോ? ശമ്പുവേട്ടൻ എന്തിനാ കുളിക്കാൻ ഇപ്പൊ ചൂടുവെള്ളം? പനിയൊന്നും ഇല്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല കുഞ്ഞെ. ഇടയ്ക്ക് എന്തോ വെളിപാട് വന്നതുപോലെ കുളിക്കാൻ ചൂടുവെള്ളം വന്ന് ചോദിക്കും. ഒരു പണി കൊടുത്താലോ? ഇന്നലത്തെ ആ ഫോൺ വിളിയും കൂടെ ഓർമ്മ വന്നത് പണി കൊടുക്കാൻ തന്നെ പ്ലാൻ ഇട്ടു. ദേവമ്മ ചൂടുവെള്ളം കൊണ്ട് കൊടുത്തതും അങ്ങനെ കുളിക്കാൻ കയറി. ഞാൻ ദേവമ്മ പോയി തക്കം നോക്കി ബാത്റൂമിന്റെ വാതിക്ക കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്നും സംഭവിക്കാത്ത പോലെ താഴെ അടുക്കളയിലേക്ക് പോയി. മിക്സിയിൽ ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ തെണ്ടി കെട്ടിയന്റെ അലർച്ചയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഓ, ഈ കോപ്പ എത്ര നേരമായി കുളിക്കുന്നു. ഒന്ന് എളുപ്പം ഇറങ്ങടാ. എന്നിട്ട് അലറി വിളിക്കും അമ്മേന്ന്. അമ്മേ! ആഹാ, പറഞ്ഞ് നാവെടുത്തില്ല. അപ്പോഴേക്കും വന്നല്ലോ വിളി. അയ്യോ, ഇത് മോന്റെ ഒച്ചയല്ലേ? എന്തു പറ്റിയോ എന്തോ. അതും പറഞ്ഞ് ദേവമ്മ പേടിയോടെ മുകളിലേക്ക് ഓടിയതും ഞാനും ഒന്നും അറിയാത്ത പോലെ കൂടെ പോയി. ചെറുതായിട്ട് ടെൻഷനും ഉണ്ട്. അതെന്തിനാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. റൂമിൽ കയറിയപ്പോ ഭിത്തി ചാരിയിരുന്ന് വേദനയോടെ നടുകൊഴിയുന്ന കെട്ടിയവനെ കണ്ടപ്പോ ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നി. ഒരു മുണ്ട് മാത്രമാണ് പുള്ളിയുടെ വേഷം. കുളിച്ചതിന്റെ അവശിഷ്ടങ്ങളായി വെള്ളത്തുള്ളികൾ ശരീരത്തിൽ അവിടെയും ഇവിടെയുമായി പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താ മോനെ, എന്താ പറ്റിയത്? ദൈവമേ, ഒന്ന് വീണതാ. അയ്യോ, നല്ല വേദനയുണ്ടോ മോനെ? കുഴപ്പമില്ല, എന്നെ ഒന്ന് എഴുന്നേക്കാൻ സഹായിക്കേ. ദേവമ്മയും ഞാനും അങ്ങനെ പിടിച്ചെഴുന്നേപ്പിച്ച് കട്ടിലേക്ക് ഇരുത്തി. കണ്ണടച്ച് വേദനയുള്ള ഭാഗത്ത് പതിയെ തടവുന്നത് കണ്ടപ്പോ മനസ്സിൽ ചെറുതായിട്ട് കുറ്റബോധം തോന്നി തുടങ്ങി. ദേവമ്മ വേദന മാറാൻ പുറമൊന്ന് ചൂട് പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ചൂടുവെള്ളം കൊണ്ടുവരാനായി അടുക്കളയിലേക്ക് പോയി. നീയല്ലേ എന്നെ വീഴ്ത്താൻ അവിടെ വെള്ളം ഒഴിച്ചത്? പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് എന്ത് പറയണമെന്നറിയാതെ മിണ്ടാതെ തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ ഞാൻ തലകുനിച്ചു നിന്നു. നിന്റെ മനസ്സ് എന്നോട് ഒരു താരി പോലെ സ്നേഹമില്ലേ? ആ ചോദ്യം എന്റെ മനസ്സ് പിടിച്ചുടച്ചു. അപ്പൊ എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ? എന്തായാലും ചെയ്തത് തെറ്റാണ്. ഒരു സോറി പറഞ്ഞേക്കാം. അത് ഞാനാ ചെയ്തത്. എനിക്കറിയടി പുന്നാര മോളെ, നീ ആയിരിക്കും എന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിലെന്ന്. ഞാനൊന്ന് എഴുന്നേക്കട്ടെ, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ഞാൻ സോറി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങയുടെ അമ്പിയിൽ നിന്ന് അന്യനിലേക്കുള്ള വേഷപ്പകർച്ചയിൽ എന്റെ ഉള്ള ബോധവും കൂടി പോയെന്ന് വേണേ പറയാം. ഇവനാള് കൊള്ളാലോ, കള്ളന് കഞ്ഞി വെച്ചവൻ. എനിക്കിപ്പോ ഒരു കുറ്റബോധം തോന്നില്ല. ഇവന് കിട്ടിയത് കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആദ്യം സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് വേഗം തന്നെ കലിപ്പനിലേക്ക് മാറിയിരിക്കുന്നു. ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ.
ഇനി റെമോ എപ്പോഴാണോ വരുന്നത്? റെമോയുടെ വരവാലോചിച്ച് നിൽക്കുന്ന എന്റെ മുന്നിലേക്ക് ദേവമ്മ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് ഒരു വെള്ളത്തുണി എന്റെ നേരെ നീട്ടി. ഇതെനിക്കെന്തിനാ ദേവമ്മേ? അയ്യോ മോൾക്കല്ല, ഇത് മോനാണ്, ചൂട് പിടിച്ചു കൊടുക്കണ്ടേ, അതിനാ തന്നത്. ഞാനോ? പിന്നല്ലാതെ, ഇനി മോളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. ആ ശരിയാ, ഞാൻ ചൂട് പിടിച്ചു കൊടുക്ക, അത് ഈ കാലമടൻ. അതിന് പകരം ചൂടുവെള്ളവന്റെ മുഖത്തേക്ക് ഒഴിച്ചാലും. ദേവമ്മേ, ഇവള് വേണ്ട, ദേവമ്മ ചെയ്തു തന്നാ മതി, ഇവൾക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ. എന്റെ ശബരി, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്? എന്നാ ശരി, മോള് ചൂട് പിടിച്ചു കൊടുക്ക്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ദേവമ്മ പോയത് ഞാൻ കെട്ടിയവനെ പരിഹാസത്തോടെ നോക്കി. മോന് പേടിയാണോ എന്നെ? അതുകൊണ്ടായിരിക്കും ഞാൻ വേണ്ട, ദേവമ്മ മതിയെന്ന് പറഞ്ഞു. ചിലപ്പോ ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കി കൊന്നാലോ എന്ന ടെൻഷൻ ഉണ്ടാകും എന്റെ കെട്ടിയവന്. ആ ടെൻഷൻ ഞാൻ ഒന്നുകൂടെ അങ്ങ് കൂട്ടിത്തരാമേ. ഡി, എന്താലോചിച്ചോണ്ടിരിക്കുക? ആലോചനക്കിടെ കെട്ടിയവന്റെ വിളി വന്നത് ഞാൻ അങ്ങനെ പുച്ഛിച്ച് തിളച്ച ചൂടുവെള്ളത്തിലേക്ക് നോക്കി. ഇന്ന് ഞാൻ നിങ്ങളെ പുഴുങ്ങിയെടുത്തിരിക്കും. കമിഴ്ന്ന് കിടക്കുന്ന അങ്ങയുടെ പുറത്ത് തുണി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് പിഴിയാതെ അങ്ങയുടെ പുറത്ത് പതിയെ വെച്ചു. അയ്യോ അമ്മേ, തുണി എടുത്ത് മാറ്റടി. അങ്ങയുടെ ചീത്ത വിളി ഞാൻ വേഗം തുണി മാറ്റി. തുണി പിഴിയാതെയാണോ ഒരു പുന്നാര മോളെ പുറത്ത് വെക്കുന്നത്? ഓ സോറി സോറി, ഞാൻ ആ കാര്യം ഓർത്തില്ല, സോറി കേട്ടോ. അങ്ങനെ കുറെ തവണ പിഴിഞ്ഞും പിഴിയാതെ അങ്ങനെ ഞാൻ പുഴുങ്ങിക്കൊണ്ടിരുന്നു. കേൾക്കാത്ത പല തെറികൾ ഞാൻ കേട്ടു. അതൊക്കെ ഞാൻ എന്റെ മെമ്മറി സേവ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ആവശ്യം വരുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അമ്മായിയച്ഛൻ പൊന്നുമോൻ വീണ കാര്യം പറഞ്ഞ് ഇന്നിപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ അന്വേഷിച്ചു പോയി. കൂടെ കുറച്ച് വഴക്കും അങ്ങേർക്ക് കിട്ടി, ശ്രദ്ധിച്ച് നടക്കാത്തതിന്റെ ആണെന്നൊക്കെ. അടുത്ത ദിവസം രാവിലെ കോഴി കൂന്നതിന് മുമ്പ് തന്നെ ദേവമ്മ എന്നെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി. ശബരിമോന്റെ സമയം ശരിയല്ലെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ വന്നത് പിന്നെയാണ് അങ്ങയുടെ സമയം തെറ്റിയെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ നേരത്താണ് പൂജാരിയും രണ്ട് സ്ത്രീകളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചത്. അത് കേട്ട് എന്റെ കുരങ്ങ് ഹബ്ബിക്കുള്ള അടുത്ത പണി ഞാൻ മനസ്സിൽ കണക്കൂട്ടി. വീട്ടിലെത്തി ദേവമ്മയെ കാണിക്കാൻ എന്ന പോലെ അങ്ങയുടെ നെറ്റിപ്പട്ടത്തിൽ ചന്ദനം തൊട്ടുകൊടുത്തു. തിരികെ രൂക്ഷമായ നോട്ടം കിട്ടിയെങ്കിലും ഞാൻ അതൊന്നും അത്ര മൈൻഡ് ചെയ്തില്ല. കാരണം മനസ്സിലപ്പോഴും എങ്ങനെ അടുത്ത പണി കൊടുക്കാമെന്ന് പ്ലാനിങ്ങിലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെറുതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കുരുട്ടിന്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കില്ല, അപ്പൊ തന്നെ പോരാളിയെ വിളിച്ചു. സാധാ രീതി എന്തൊക്കെയുണ്ട് അമ്മ അവിടുത്തെ വിശേഷങ്ങളൊക്കെയെന്ന് ചോദിച്ചതും അയലത്തുകാരിലെ പലരുടെയും ഒളിച്ചോട്ടവും അവിഹിതങ്ങളും അടക്കം എന്നോട് വിളമ്പിയെങ്കിലും കുരുട്ടിന്റെ കാര്യം മാത്രം പറഞ്ഞില്ല. ഇനി ചോദിക്കാതെ പറയില്ലെന്ന് തോന്നൽ കുരുട്ടിന്റെ കാര്യം കയറി ചോദിച്ചത് ചർച്ച ചെയ്യാൻ എന്തോ വലിയ കാര്യം കിട്ടിയതുപോലെ അവന്റെ കാര്യം എഴുന്നള്ളിച്ചു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കുരുട്ടിന്റെ ടീച്ചറുടെ കയ്യിൽ നിന്ന് അടിയ അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കും വേണ്ടുവോളം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് മീൻ വെച്ചേക്കുവാണെന്ന് പറഞ്ഞ് ഒരാളെ കോൾ കട്ട് ചെയ്തു. അപ്പോ നിങ്ങൾ വിചാരിക്കും അങ്ങനെ എന്ത് കാരണത്താലാണ് കുരുട്ടിന്റെ ടീച്ചറുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കുവടിയും കിട്ടിയതെന്ന്. വേറൊന്നുമല്ല, ഞാൻ കൊടുത്ത ഒരു ചെറിയ പണിയുടെ പരിണിത ഫലങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അതെന്താണെന്നല്ലേ? അവന്റെ സ്കൂളിലെ ഹോംവർക്ക് എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് കീറിക്കളഞ്ഞു. പിന്നെ പേന വെച്ച് പേജൊക്കെ കുത്തി വരച്ചിട്ട് അവന്റെ ക്ലാസ് ടീച്ചറായ മഞ്ജു ടീച്ചറെ കൊഞ്ചു ടീച്ചർ എന്നൊക്കെ കളിയാക്കി എഴുതി. ഇത്രയും ഞാൻ ചെയ്തോളൂ. ആ ഇനി അടുത്തത് എന്റെ കെട്ടിയോന്. നിങ്ങളും നിങ്ങളുടെ ഒരു പ്രതികാരം എല്ലാത്തിനും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങേർക്കുള്ള പണി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മോനെ ശബരിനാഥേ, പണി വരുന്നുണ്ടടാ. 2 ദിവസങ്ങൾക്ക് ശേഷം എന്റെ കെട്ടിയോന്റെ വേദനയെല്ലാം പോയി ഓടിച്ചാടി നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അങ്ങയുടെ കണ്ണിപ്പെടാതെ നടക്കാൻ നോക്കുക. ചൂട് പിടിച്ച് കൊടുത്തതിന്റെ നഷ്ടപരിഹാരം അങ്ങനെ ഏത് രീതിയിലാണ് തരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. മാളുവിനെ വിളിച്ച് അന്ന് അങ്ങേര് ഫോണിൽ കൂടി സംസാരിച്ചതൊക്കെ പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ തോന്നി വേണ്ടാന്ന്. കാരണം വേറൊന്നുമല്ല, എന്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൂറ് മുഴുവൻ അങ്ങേരുടെ അടുത്താ. പിന്നെ പണി അത് ഞാൻ സമയമാകുമ്പോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ റൂമിലിരുന്ന് പ്ലാനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് കെട്ടിയും വാതിൽ തുറന്ന് മുറിയിലേക്ക് ആഗതനായത്. എന്നെ കണ്ടതും അങ്ങയുടെ സ്ഥിരം കണ്ണുവിട്ട പരിപാടി തുടർന്നു. ഇങ്ങനെ എവിടെയോ പോകുവാണെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പല്ലേ അങ്ങോട്ട് ഇറങ്ങിയത്, ഇനി പോണില്ലേ? അങ്ങേരാണെങ്കിൽ എന്നെ കൈ കെട്ടിയ സംതൃപ്തിയോടെ ഒരു കള്ളച്ചിരിയെ റൂമിന്റെ വാതിലടച്ച് കുറ്റിയിട്ടു. അയ്യോ, ഇങ്ങനെ എന്തിനാ റൂം ലോക്ക് ചെയ്തേ? ഇനി എനിക്കുള്ള അടുത്ത പണിയും കൊണ്ടുള്ള വരവാണോ? ആഹാ, ഇവിടെ ഉണ്ടായിട്ടും നിന്നെ 2 ദിവസമായിട്ട് കാണാനേ ഇല്ലായിരുന്നല്ലോ. ഓ ഗോഡ്, ഈ കാലം പുറം ചൂട് വെച്ച് കൊടുത്തതിന് റിസൾട്ട് കൈയോടെ തരം വന്നതാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കഴുത്തി താലി കെട്ടിയെന്ന് വിചാരിച്ച് താൻ കാണത്തക്ക വിധം എപ്പോഴും മുന്നിൽ വന്ന് നിൽക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഓഹോ, അല്ലാതെ എന്നെ പേടിച്ചിട്ടല്ല. ഒന്ന് പോടാപ്പാ, പേടി അതും എനിക്ക്. പേടിയുണ്ടെങ്കിൽ അത് പുറമേ കാണിക്കാതെ അങ്ങനെ പുച്ഛിച്ചിരുന്നു. എന്തായാലും എന്റെ ഭാര്യ ഒത്തിരി കഷ്ടപ്പെട്ട് എനിക്ക് ചൂട് പിടിച്ച് തന്നതല്ലേ, അതിനൊരു സമ്മാനം തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ കെട്ടിയോനെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാലേ? അങ്ങയുടെ പറച്ചിലും ആ ചിരിയിലും എന്തൊക്കെയോ നിഗൂഢതകളുള്ള പോലെ. എന്റെ നേരെ കള്ളച്ചിരിയോടെ നടന്നു വരുന്ന അങ്ങേരെ കണ്ടത് പണി പാളിയെന്ന് മനസ്സിലായി. പിന്നൊന്നും നോക്കിയില്ല, കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങയുടെ എതിർ സൈഡിലൂടെ ഓടി വാതിൽ തുറക്കാൻ നോക്കിയെങ്കിലും കാല അപ്പൊ തന്നെ പിന്നിലൂടെ എന്നെ ചുറ്റിപ്പിടിച്ചു. ഡാ വിടടാ കാല, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ, ഡാ വിട. അടങ്ങിയിരിക്കടി പെണ്ണെ, കുറെയായി നിന്നെ ഒന്ന് കൈ കിട്ടിയിട്ട്. അതിന് ഞാൻ എന്തിനാടാ?
നിനക്ക് നിന്റെ മറ്റവളില്ലേ രേഷ്മ, അവളെ പോയി പിടിക്ക്. പൊന്ന മോളെ, എന്തിനാണ് നീ ഇപ്പൊ രേഷ്മയുടെ കാര്യം പറഞ്ഞേ? ഞാൻ പറയുമെടാ, ഇനിയും ഞാൻ പറയും. ഞാൻ പറഞ്ഞതാ കുറ്റം. സദാസമയം അവളുമായിട്ട് ഫോണിലിരുന്ന് ശൃംഗരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കാലിന്. ഇങ്ങയുടെ അവിഹിതത്തിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ബീച്ചിൽ പോകുന്ന ദിവസം കാത്തിരുന്ന പൊന്നുമോനെ ശബരിനാഥൻ. ഓ, ഇപ്പൊ ഈ സാധനത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഊരി പോവും? അതുപോലെ മുറുക്കി പിടിച്ചേക്കോ എന്നെ. ഡോ, മര്യാദയ്ക്ക് എന്നെ വിടുന്നതാണ് നല്ലത്. ഇല്ല, ഞാൻ വിളിച്ചു കൂവി ആകെ പ്രശ്നമാക്കും. ഓഹോ, എന്നാ അതൊന്ന് കാണുമല്ലോ. നീ ധൈര്യമായിട്ട് വിളിച്ചു പോകും. എന്നിട്ട് വരുന്നവരോട് പറ എന്റെ ഭർത്താവ് എന്നെ കയറി പിടിച്ചെന്ന്. ഓഹോ നാശം, ഈ കാലം എന്നെ നാണം കെടുത്താനായിട്ട് അവതരിച്ച മുതലാണെന്നാ തോന്നല്ലോ. വിളിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമായി പോയല്ലോ. എന്തു പറ്റി എന്റെ ഭാര്യയ്ക്ക്? എന്താ വിളിച്ചു കൂവുന്നില്ലേ? അതും ചോദിച്ച് അങ്ങനെ എന്റെ കഴുത്തിലേക്ക് മുഖാമർത്തി ഉമ്മ തന്നത് നെഞ്ചിലൂടെ ഒരു മിസൈൽ പാഞ്ഞു പോയതുപോലെ ഫീൽ ചെയ്തു. എന്റെ ചക്കുളത്തമ്മേ, ഇങ്ങനിപ്പൊ റെമോ ആയെന്ന് തോന്നുന്നു. ഇങ്ങരുടെ റൊമാൻസ് പണ്ട് ഞാൻ ഒത്തിരി ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് അതൊന്നും പറ്റത്തില്ല. അതിന്റെ പ്രധാന കാരണം ഇങ്ങരുടെ മറ്റോ രേഷ്മയുമാണ്. അമ്മൂട്ടി. പ്രണയത്തോടെയുള്ള ആ വിളി ഞാനൊന്ന് പതറിയെങ്കിലും രേഷ്മയുടെ മുഖം മനസ്സിലേക്ക് വന്നതും എനിക്കങ്ങോട്ട് കലിച്ചു കയറി. വീണ്ടും എന്നെ ഇങ്ങയുടെ പ്രണയവലയത്തിലാക്കിയിട്ട് രേഷ്മയുടെ മുന്നിൽ വെച്ചെന്നെ തള്ളിക്കളയാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ്. കൊള്ളാം, ഈ ബുദ്ധി അവള് പറഞ്ഞു കൊടുത്തതായിരിക്കും. ശബരിനാഥ്, നിന്റെ ഒന്നിനും കൊള്ളാത്ത ഈ റൊമാൻസ് നിന്റെ മറ്റവൾ വീഴുമായിരിക്കും. അതിൽ എന്നെ കൂട്ടണ്ട, പറഞ്ഞേക്കാം. അതുകൊണ്ട് മോ എന്നെ വിടാൻ നോക്ക്. അത്രയും ഞാൻ പറഞ്ഞോളൂ. പിന്നെ കേട്ടത് എന്റെ അലർച്ചയായിരുന്നു.